ഹലോ ഹായ്. അപ്പം മിസ് എന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ വർഷം അതായത് നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് ഒരു ബേസിക് അറിയാമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൃത്യമായിട്ട് അർത്ഥം മനസ്സിലായെങ്കിൽ മാത്രമേ ഇത് എഴുതാൻ പറ്റത്തുള്ളൂ. 2 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്നുള്ളത് നോക്കാം. Anil and Sunil are friends. They bought a building for 3 lakh by contributing equal amounts. After 2 years, they sold it for ₹5 lakh and shared the profits equally. ഇവർ രണ്ടുപേരും ഫ്രണ്ട്സാണ്. ഈ 2 ഫ്രണ്ട്സും കൂടെ ചേർന്ന് ഒരു ബിൽഡിംഗ് വാങ്ങിച്ചു. 3 ലക്ഷം രൂപയ്ക്കാണ് അവർ ആ ബിൽഡിംഗ് വാങ്ങിച്ചതെന്നാണ് പറഞ്ഞേക്കുന്നത്. ആൻഡ് 3 ലക്ഷം രൂപ ഈക്വലി ആണ് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നും പറഞ്ഞിട്ടുണ്ട്. അനിൽ 1,50,000 സുനിൽ 1,50,000 ആണ് കൊടുത്തേക്കുന്നത്. ആൻഡ് പിന്നെ പറഞ്ഞു 2 വർഷത്തിന് ശേഷം അവർ ഇത് 5 ലക്ഷത്തിന് വിറ്റു എന്ന് പറഞ്ഞു. 5 ലക്ഷത്തിന് വിറ്റു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവർക്ക് 2 lakh rupees പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. അതും അവർ ഈക്വലിയാണ് ഷെയർ ചെയ്തേക്കുന്നത് പറഞ്ഞു. അപ്പോൾ അനിലിന് 1 lakhും അതേപോലെ സുനിലിന് 1 lakh എന്നുള്ള രീതിയിൽ പ്രോഫിറ്റും കിട്ടി. ഇതാണ് ഒരു സിനാരിയോ കൊടുത്തേക്കുവാണ്. ഇനി അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ആർ ദേ ഡൂയിങ് ദ ബിസിനസ് ഇൻ പാർട്ട്ണർഷിപ്പ്? ഇവർ ഈ ബിൽഡിംഗ് വാങ്ങിച്ചു എന്ന് പറയുന്നത് അത് പാർട്ട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ആണ്. കാരണം എന്താണ്, നമുക്ക് ഒരിക്കലും ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രോഫിറ്റ് കിട്ടാലും ഒരു ബിസിനസ് നടത്തി അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാർട്ട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഇത് ഒരിക്കലും എന്താണ് പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ അല്ല. സാധാ ഒരു ബിൽഡിംഗ് വാങ്ങിച്ചു, അത് വിറ്റപ്പോൾ അത് രണ്ടുപേരുടെയും പേരിൽ വാങ്ങിച്ചു എന്നുള്ള ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. അല്ല, ആ ബിൽഡിംഗ് വാങ്ങിച്ചിട്ട് അവർ അതിൻ്റെ അകത്ത് ബിസിനസ് നടത്തുവാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഇതേപോലെ ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്ത് ഈക്വലി പ്രോഫിറ്റ് ഷെയർ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പാർട്ട്ണർഷിപ്പ് എന്ന് പറയാം. ഇവരവിടെ ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല. അതിപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററും ചേർന്നൊരു ബിൽഡിംഗ് വാങ്ങിച്ചാൽ എങ്ങനെ ഇരിക്കും, ആ ബിൽഡിംഗ് ഞങ്ങൾ രണ്ട് വർഷത്തിന് ശേഷം അത് വിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് ബിസിനസ്സിൻ്റെ കാറ്റഗറിയിൽ കൂട്ടാൻ പറ്റത്തില്ല. സോ ആർ ദേ ഡൂയിങ് ബിസിനസ് പാർട്ട്ണർഷിപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആൻസർ നോ ആണ്. രണ്ടാമത്തെ ഗിവ് റീസൺ ടു സപ്പോർട്ട് യുവർ ആൻസർ എന്നുള്ളത്. ഓഫ് കോഴ്സ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലേ, കാരണം എന്താണ്, അവർ ബിസിനസ് അല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, അത് പാർട്ട്ണർഷിപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. താങ്ക് യു.